ഈ പ്രോബ്ലത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിൽ 3 കോമ്പണൻസ് ഉണ്ട്, എ ബി സി. ഇത് മൂന്നും സീരീസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ ബി സി അല്ലല്ലോ, E1 E2 E3 ഇങ്ങനെ 3 കോമ്പണൻസ് സീരീസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ റിലയബിലിറ്റി തന്നിട്ടുണ്ട്. 0.8, 0.7, 0.9 എന്ന് തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. 0.8, 0.9 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു ടാർഗറ്റ് റിലയബിലിറ്റി ഉണ്ട്, അത് 0.95 ആണ്. അത് ഞാൻ ആർ ടാർഗറ്റ് RT എന്ന് കൊടുക്കാം. 0.95 ആണ്. പക്ഷെ നമുക്കറിയാം എന്താണ്, ഇത് സീരീസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റിലയബിലിറ്റി 0.8 × 0.7 × 0.9 ആണ്. അതെന്തായാലും ഈ 0.95 താഴെ ആയിരിക്കും, 0.7 പോലും താഴെ ആയിരിക്കും. പക്ഷെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇതിന് റിഡൻഡൻസി കൊടുക്കണം. റിഡൻഡൻസി കൊടുത്ത് 0.95 എങ്കിലും എത്തിക്കണം. 0.95 എങ്കിലും എത്തുന്ന കേസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റീഡിസൈൻ സിസ്റ്റം യൂസിങ് യൂണിറ്റ് റിഡൻഡൻസി ഉണ്ട്, കോമ്പണൻറ്റ് റിഡൻഡൻസി ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ഇട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ എന്താണ്, ഓരോന്നിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഏത് ഡിസൈൻ, അതായത് യൂണിറ്റ് ആണോ കോമ്പണൻ്റ് ആണോ, ഏത് ഡിസൈനാണ് മിനിമം കോസ്റ്റ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ തന്നെ അറിയാൻ പറ്റും. കോമ്പണൻറ്റ് റിഡൻഡൻസി ആണല്ലോ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ എന്തായാലും കോമ്പണൻറ്റ് റിഡൻഡൻസി ആയിരിക്കും മിനിമം കോസ്റ്റ് വരുന്നത്. യൂണിറ്റ് റിഡൻഡൻസിക്ക് കോസ്റ്റ് കൂടുതലായിട്ടായിരിക്കും വരുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം യൂണിറ്റ് റിഡൻഡൻസി ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്കിത് മൊത്തം സീരീസിലല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ E1 E2 E3 സീരീസ്, E1 E2 E3 സീരീസ് ആയിട്ട് വേറൊരു സിസ്റ്റം, E1 E2 E3 സീരീസ് ആയിട്ട് വേറെ സിസ്റ്റം, അങ്ങനെ ഈ കോമ്പിനേഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ കണക്ട് ചെയ്യുന്നു. അതാണല്ലോ ബേസിക്കലി യൂണിറ്റ് റിഡൻഡൻസി. അപ്പോൾ നമ്മൾ ഇതിനുള്ള അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ 0.8, 0.7, 0.9 ഇതെല്ലാം സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിസ്റ്റത്തിൻ്റെ ഓവറോൾ റിലയബിലിറ്റി കണ്ടുപിടിക്കണം. അതായത് അതിൻ്റെ റിലയബിലിറ്റി എത്രയാണ് വരുന്നത്, 0.8 × 0.7 × 0.9 ഈക്വൽ ടു, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.504 ആയിരിക്കും നമുക്കിപ്പോൾ ഉള്ള സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മൊത്തത്തിൽ 0.504 ആണ് വരുന്നത്. നമ്മൾ E1 E2 E3 മൊത്തം ഒന്നുകൂടെ ഒരു ഇതാക്കിയിട്ട് ഇത് മൊത്തം ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇത് മൊത്തം 0.504 ആണ്. അതുപോലെ ഇതും മൊത്തം 0.504 ആണ്. ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റിഡൻഡൻസി ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ എത്ര റിലയബിലിറ്റി വന്നു അതും നമ്മൾ കണ്ടുപിടിക്കണം. അതിനെങ്ങനെ കണ്ടുപിടിക്കാം, 0.504 + 0.504 - 0.504 × 0.504, അതായത് 0.504 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 0.753 എന്ന് വരും. 0.753 എന്ന് വരും. സ്റ്റിൽ അത് പോരാ, നമുക്ക് എത്ര വേണം, 0.95 വേണം. അപ്പോൾ 0.95 വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരിക്കൽ കൂടി നമ്മൾ ഇതുപോലെ റിഡൻഡൻസി കൊടുക്കുന്നു. E1 E2 E3 കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോഴുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇപ്പോഴുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും, ഇത് രണ്ടും കൂടെ നമുക്കറിയാം എത്രയാണ്, 0.753. അത് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.753. ഇതിന് എത്രയാണെന്ന് നമുക്കറിയാം, 0.504 ആണെന്ന് അറിയാം പുതിയതിന്. ഇത് മൊത്തം നമ്മളൊരു കോമ്പിനേഷനായിട്ട് കൺസിഡർ ചെയ്താൽ ഇത് 0.753, ഇതിന് 0.504. അപ്പോൾ ഇത് രണ്ടും കൂടെ പാരലാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് ഓവറോൾ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പുതിയ ഓവറോൾ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി എത്രയാണ്, 0.753 + 0.504 - 0.753 × 0.504. ഇത് നമുക്ക് ഒരു വാല്യൂ കിട്ടും. നമുക്ക് കിട്ടുന്ന വാല്യൂ അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ 0.877 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് പോരാ, നമുക്ക് എത്രയാണ് വേണ്ടത്, 0.95 വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും E1 E2 E3 നമ്മളിങ്ങനെ പാരലൽ കൊടുത്തു. ഇത് യൂണിറ്റ് റിഡൻഡൻസി ഇടാണ് കേട്ടോ, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇത് മൊത്തം ആദ്യത്തെ 3 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 0.877 കിട്ടി. അവസാനത്തതിന് എത്രയാണ്, അതും അഗെയിൻ 0.504 ആണ്. കാര്യം ഇതെല്ലാം ഐഡൻറ്റിക്കൽ അല്ലേ. അപ്പോൾ 0.504, ഇത് മാത്രം എടുത്താൽ 0.504, ഇത് മാത്രം എടുത്താൽ 0.504, ഏതൊക്കെ മാത്രം എടുത്താലും 0.504. ഇതിലെങ്കിലും 2 മാത്രം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 0.753. 3 മാത്രം എടുത്താലോ 0.877. അപ്പോൾ എല്ലാം കൂടെ എടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ 0.877
പ്ലസ് 0.504 മൈനസ് 0.877 ഇൻറ്റു 0.504 എന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇനി സപ്പോസ് ഇത് 0.95 അല്ലെങ്കിൽ 0.95 മുകളിലോ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം, നമ്മൾ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, എങ്കിൽ ആൻസർ തെറ്റാണ്. കാരണം നമ്മൾ 0.95 മതി നമുക്ക് ടാർഗറ്റ് റിലയബിലിറ്റി. കൂടുതൽ കൂട്ടി റിലയബിലിറ്റി കൂടുതലെങ്കിൽ നമുക്ക് കോസ്റ്റും കൂടും. അപ്പോൾ 0.95 എത്തുന്ന രീതിയിൽ, മിനിമം 0.95 എങ്കിലും എത്തുന്ന രീതിയിൽ കോസ്റ്റ് കുറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 0.95 എത്തുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ ചിലപ്പോൾ 0.94 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സപ്പോസ് 0.94 ആണെന്ന് വിചാരിക്കുക നമുക്കിവിടെ കിട്ടുന്നത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കൽ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 0.98 ആയിരിക്കും കിട്ടുന്നത്. എങ്കിൽ അവിടെ വെച്ചേ നമുക്ക് നിർത്താവും, ഇവിടെ വെച്ച് നിർത്തരുത്. 0.98 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ 0.98 വരുമ്പോൾ നമുക്കിതിങ്ങനെ എത്ര സീരീസ് കോമ്പിനേഷൻസ് നമ്മൾ പാരലൽ കൊടുത്തിട്ടുണ്ടോ അതാണ്, അങ്ങനെ കിട്ടുന്ന ഫൈനൽ ഡിസൈനാണ് നമ്മുടെ ഈ യൂണിറ്റ് റിഡൻഡൻസിയിൽ വരുമ്പോൾ ഉള്ള ആൻസർ. അപ്പോൾ ആ ഫൈനൽ ഡിസൈൻ നമ്മൾ വരയ്ക്കുക, അപ്പോൾ ഉള്ള നമ്മുടെ ഫൈനൽ റിലയബിലിറ്റി എഴുതുക. പിന്നെ അവർ ചോദിച്ചിട്ടുണ്ട് കോസ്റ്റും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ E1 E2 E3 ഇത് മൊത്തം എല്ലാം കൂടെ 2000 4000 6000 9000 ഇതിന് മാത്രം 9000, ഇതിന് മാത്രം 9000, ഇതിന് മാത്രം 9000, അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുക, അതാണ് നമ്മുടെ ഡിസൈൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇങ്ങനെയാണ് യൂണിറ്റ് റിഡൻഡൻസി സോൾവ് ചെയ്യുന്നത്. കോമൺ റിഡൻഡൻസി എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.